മറ്റു വാർത്തകളിലേക്കൊക്കെ നമുക്ക് പോവാം. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമില്ല, പ്രേക്ഷകർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില വാക്കൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ തന്നൊരു വാക്കാണ്, നമ്മളെ ദിവിഷ് മണിയെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാം എന്ന്. ആ വാക്ക് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. ദിവിഷ് ഒരു പാട്ട് പാടണ്ടേ? ഒരിക്കൽ കൂടെ അവരോടൊന്നും ചോദിച്ചുറപ്പിക്കട്ടെ, പാട്ട് പാടണ്ടേ? ആളാണ് അവർ പറഞ്ഞു പാടണം. ഞാൻ പാടും. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പോൾ കേൾക്കുന്നവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ആസ്വദിച്ച് പാടും. അതാണ് പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ പാട്ടുകൾ നമ്മളെപ്പോഴും ഇങ്ങനെ പാടുന്നതാണ്. എനിക്ക് ഉണ്ണിമേനോൻ്റെ ഒരു മനോഹരമായ പാട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പം അതിൻ്റെ കാസറ്റ് കിട്ടാനില്ല. ഞാനത് നമ്മുടെ മാതൃഭൂമി ഗൃഹലക്ഷ്മി ആണ് ഇറക്കിയത് പണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന ശേഷം ഞാൻ കോഴിക്കോട് വിളിച്ച് അതിൻ്റെ ഒരു ടേപ്പ് സംഘടിപ്പിച്ചു. പണ്ട് വീട്ടിലുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ സംഘടിപ്പിച്ച് അത് CD യിലാക്കി വെച്ചതാണ്. വേദ പൊരുളേ അയ്യപ്പ സമഗാന പ്രിയനേ അയ്യപ്പ അഖില ചരാചര രക്ഷകനേ നിൻ മൃദുല പദാംബുജമടിയനു ശരണം വേദ പൊരുളേ അയ്യപ്പ. അതിമനോഹരമായ പാട്ടാണ്. ഞാൻ ഒരു ട്രൈ മാത്രമാണ്, ദയവായി ക്ഷമിക്കുക. ഏതായാലും ആ ശ്രമത്തിനൊരു വലിയ കയ്യടി പ്രേക്ഷകർ തരുന്നുണ്ട്. കാരണം അത് പാട്ട് പാടാനുള്ളൊരു ധൈര്യം കാണിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇത് നമ്മുടെ അയ്യപ്പനോടുള്ള ഭക്തി കൂടിയാണ്. കാരണം അയ്യപ്പ ഭക്തിഗാനങ്ങൾ എനിക്ക് ഒരു 2 ദിവസം കൂടുമെങ്കിലും ഒരു പാട്ടെങ്കിലും കേൾക്കാതെ എൻ്റെ ജീവിതത്തിൽ പോകാറില്ല. അയ്യപ്പനോട് നമ്മൾ അത്രയേറെ വിധേയനായിട്ടുള്ള ആളാണ്.